നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എക്സാം പേപ്പറിൽ കാണാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ള ഒരു 55 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ സെറ്റ് ആക്കിയാലോ? അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം. കാരണം ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ 55 മാർക്ക് ഉറപ്പായിട്ടും വേണ്ട മക്കളെ എല്ലാവരും തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബയോടെക് പ്രിൻസിപ്പിൾസിലെയും ആപ്ലിക്കേഷൻസിലെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ദേ പിടിച്ചോ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് ബാക്ടീരിയൽ സെൽ കോമ്പീറ്റന്റ് ടു ടേക്ക് അപ്പ് ദ റീകോമ്പിനന്റ് DNA. അപ്പോൾ റീകോമ്പിനന്റ് DNA ഒരു സെല്ലുള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് നമ്മുടെ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അല്ലേ? ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെന്റ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ ആണ്. അപ്പോൾ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെന്റ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ആ ഒരു റീകോമ്പിനന്റ് DNA നമ്മൾ ഒരു ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ സാധാരണ കാൽഷ്യമാണ് എടുക്കുക. സോ റീകോമ്പിനന്റ് DNA ഇപ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, റീകോമ്പിനന്റ് DNA along with calcium 2+ ions and exposed within the host. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ്റ്റിൻ്റെ കൂടെ അതിനെ ഇടുന്നു. അങ്ങനെ നമ്മൾ ഹോസ്റ്റിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അതിൻ്റെ പെർമിബിലിറ്റി കൂടും. എങ്ങനെയാണ്? നമ്മുടെ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അതിൻ്റെ സെൽ മെംബ്രെയിനിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോഴ്സ് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതായിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന്, അതായത് റീകോമ്പിനന്റ് DNA നമ്മുടെ ഹോസ്റ്റിനെയും റീകോമ്പിനന്റ് DNA along with ഹോസ്റ്റ് എന്ത് ചെയ്യുന്നു? ആദ്യം അതിനെ ഐസിൽ പ്ലേസ് ചെയ്യുന്നു. പ്ലേസിങ് ദം ഇൻ ഐസിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നു, ഫോളോഡ് ബൈ വീണ്ടും ഐസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഷോക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ബാക്ടീരിയൽ സെല്ല് എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് നമ്മൾ റീകോമ്പിനന്റ് DNA ഉള്ളിലെടുക്കുന്നു. സോ ദാറ്റ് ഹോസ്റ്റ് സെൽ ടേക്ക് അപ്പ് റീകോമ്പിനന്റ് DNA എന്ത് ചെയ്യാണ്? ഹോസ്റ്റ് സെല്ല് ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ടീരിയൻ്റെ കാര്യത്തിൽ ചെയ്യുക. ആൻഡ് നമ്മൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും കാര്യത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുക? പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡാണ് ഉപയോഗിക്കുക. ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീകോമ്പിനന്റ് DNA കോട്ട് ചെയ്തിട്ട് ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ബൊമ്പാർഡ് ചെയ്യും. ഇനി ആനിമൽ സെല്ലിലാണ് നമ്മൾ കോമ്പിറ്റന്റ് ആക്കാന്നുണ്ടെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ ആണ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് അനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് റീകോമ്പിനന്റ് DNA ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇത് ചോദിക്കാറുണ്ട്. 2 മാർക്സിന് നിങ്ങൾക്ക് സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത് കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ, observe the figure given below and answer the following. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതണം. fill in the blanks A, B, C. അപ്പോൾ ഇവിടെ മക്കളെ നമ്മുടെ എന്ത് ടെക്നോളജിയാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. അപ്പോൾ ഇവിടെ 3 പ്രോസസ്സുകൾ അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രോസസ്സിൻ്റെ പേര് എഴുതാം. ഇതാണ് നമ്മുടെ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR. ഇനി ഇതിലെ A, B, C എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീനാച്ചുറേഷൻ ആണ്. നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈമർ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ആ സ്റ്റെപ്പാണ് അനീലിംഗ്. അതിനുശേഷം എന്താണ്? എക്സ്റ്റൻഷൻ. നമ്മുടെ പോളിമറേസ് എൻസൈം വരുന്നു, പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ എൻസൈം ഏതാണ്? നമ്മുടെ ടാക് പോളിമറേസ് ആണ്. നമ്മുടെ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ടാക് പോളിമറേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നിങ്ങൾക്ക് അറിയാലോ 8 മാർക്കിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും. അപ്പോൾ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഈക്കോ R1 is isolated from Escherichia coli RY13. Explain the naming procedure. സിമ്പിൾ അല്ലേ മക്കളെ? അതിൽ ഫസ്റ്റത്തെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജീനസ് നെയിം ഓഫ് മൈക്രോബ് ആണ്. ജീനസ് നെയിം ഓഫ് മൈക്രോബ്, ഏത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണോ നമ്മൾ ആ ഒരു എൻസൈം ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ജീനസ് നെയിമാണ്. അടുത്ത 2 വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഷീസ് നെയിമാണ്. സ്പീഷീസ് നെയിം ഓഫ് മൈക്രോബ് ആണ്.
മൈക്രോബ്. ദെൻ അടുത്തത് എന്താണ്? ആർ. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഓഫ് മൈക്രോബ് ആണ്. സ്ട്രെയിൻ ഓഫ് മൈക്രോബ് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയൻ്റെ സ്ട്രെയിൻ ആണ്. ആൻഡ് റോമൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഐസൊലേറ്റഡ്. ദി ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ. ആ ഒരു സ്ട്രെയിനിൽ നിന്ന് ഇത് എത്രാമത്തെയാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഫ്രം ദാറ്റ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ എസ്ചെരീഷ്യ കോളായി ഇത് ഇവിടെ തന്നിട്ടുണ്ട് അവർ. എസ്ചെരീഷ്യ കോളായി RY13. അതിൽ ഇത് നമ്മുടെ ജീനസ് നെയിം, ഇത് നമ്മുടെ സ്പീഷീസ് നെയിം, ഇതാണ് നമ്മുടെ സ്ട്രെയിന്. ആൻഡ് ഫസ്റ്റത്തെ ഓർഡർ ആയതുകൊണ്ടാണ് RY13 ഇക്കോ R1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇക്കോ R1. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗിവൺ ഡയഗ്രാം ഡെപ്പിക്സ് ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. ഏതാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? സിമ്പിൾ അല്ലേ? ഏതാണ് നമ്മുടെ ടെക്നിക്ക്? DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി അടുത്തത് ഇത് ആക്ച്വലി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെയാണ്. ഹൗ ക്യാൻ യു വിഷ്വലൈസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ്? എങ്ങനെയാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നമ്മൾ ആദ്യം സ്റ്റെയിൻ ചെയ്യണം. സ്റ്റെയിനിങ് യൂസിങ് എത്തിഡിയം ബ്രോമൈഡ്. സ്റ്റെയിനിങ് യൂസിങ് എത്തിഡിയം ബ്രോമൈഡ് അല്ലേ? സ്റ്റെയിൻ ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ് ആണ് സ്റ്റെയിൻ. എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. UV ലൈറ്റ് എക്സ്പോഷർ. നമ്മൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് കാണാൻ വേണ്ടി പറ്റും. ഇനി വാട്ട് ഈസ് ഇല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? കട്ടിംഗ് ദ ജെൽ പീസ് ആൻഡ് എക്സ്ട്രാക്ടിങ് ദ DNA ഫ്രം ഇറ്റ്. അതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയാം. കട്ടിംഗ് ദ ജെൽ പീസ്, കട്ടിംഗ് ദ ജെൽ പീസ് വിത്ത് ഡിസയേർഡ് DNA. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള DNA ഉണ്ടാകും. വിത്ത് ഡിസയേർഡ് DNA and extracting it. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ, അതിൽ നിന്ന് നമ്മൾ DNA, നമുക്ക് വേണ്ട DNA ഏതാണോ അത് നമ്മൾ അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യാണ്. അടുത്തത് വാട്ട് ആർ പാലിൻഡ്രോമിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്? റൈറ്റ് വൺ എക്സാമ്പിൾ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് മക്കളെ, പാലിൻഡ്രോമിക് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇത് 2022 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. സോ എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് 6 ന്യൂക്ലിയോടൈഡ്. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് 6 ന്യൂക്ലിയോടൈഡ് ബേസസ്, 6 ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് which can read same on both the strands. രണ്ട് സ്ട്രാൻഡ്സിലും സെയിം ആയിട്ടാണ് വായിക്കുക. when reading frame kept the same. when reading frame kept the same. റീഡിംഗ് ഫ്രെയിം നമ്മൾ മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സ്ട്രാൻഡിലും ഒരേപോലെ തന്നെ വായിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള സീക്വൻസസിനെ, ഒരു 6 ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ GAATTC. അപ്പം അതേപോലെ തന്നെ ഇവിടുന്ന് ഓപ്പോസിറ്റും അങ്ങനെ വരണം അല്ലേ? GAATTC ഉണ്ടോ? ഇതാണ് നമ്മുടെ ഓറിയൻറ്റേഷൻ ഫ്രെയിം. ഇതും 5' to 3', ഇതും 5' to 3'. അങ്ങനെ ഓറിയൻറ്റേഷൻ റീഡിംഗ് ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യുകയാണ്? 5' to 3' വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും ഒരേപോലെ ആയിരിക്കും വായിക്കാൻ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് കാണില്ലേ അല്ലേ? ഐഡൻറ്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ PBr322 ക്ലോണിംഗ് വെക്ടറാണ്. ഇനി റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട 3 ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഒറൈസൈറ്റ്. ഒറൈസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആ ഒരു സീക്വൻസിലാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. അതെന്താണ്? നമ്മുടെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഒറൈസൈറ്റ് ആണ്. രണ്ടാമത്തതാണ് സെലക്ടബിൾ മാർക്കർ. സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെലക്റ്റീവ്ലി നമ്മൾ പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ഓൺലി റീകോമ്പിനൻസ്. റീകോമ്പിനൻ്റ് ട്രാൻസ്ഫോമൻസിനെ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ ഗ്രോത്ത് മാത്രം അലൗ ചെയ്യുന്നു. ബാക്കിയുള്ള നോൺ റീകോമ്പിനൻസിനെ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. സോ സെലക്ടിങ് ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ് ആണ് സെലക്ടബിൾ മാർക്കറിൻ്റെ ഫംഗ്ഷൻ. പിന്നെയാണ് നമ്മുടെ ക്ലോണിംഗ് സൈറ്റ്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൈറ്റാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. പക്ഷെ പറഞ്ഞു ഇതിപ്പം 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. 2 മാർക്കിനാകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ
അതിനുശേഷം നമ്മൾ എന്താണ് ആഡിങ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്, ആഡിങ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്. പിന്നെ നമ്മൾ എന്താണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, അണ്ടർഗോയിങ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ക്വാളിറ്റി കൺട്രോൾ ചെക്കിംഗ്, ക്വാളിറ്റി കൺട്രോൾ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ 2 മാർക്സിൻ്റെ ഒരു ആൻസർ ആവുക കേട്ടോ. ഇനി അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ, ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മുടെ ബയോ റിയാക്ടർ ആണ്. പക്ഷേ ഈ സ്പെസിഫിക് പിക്ചർ തന്നതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ, സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ, സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇനി അടുത്തത് റൈറ്റ് വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടു ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. നമുക്ക് ആ ഫോറിൻ ജീൻ്റെ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുക. സോ നമ്മൾ എന്ത് എഴുതും ടു ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്, ടു ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം നമ്മുടെ ബയോടെക് ആപ്ലിക്കേഷൻ്റെ എല്ലാ ഏരിയാസും ഒന്ന് ടച്ച് ചെയ്ത് പോയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ബയോപൈറസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ അനുവാദം ഇല്ലാതെ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ അതർ ഓർഗനൈസേഷൻസ് ഒരു രാജ്യത്തിൻ്റെ ബയോ റിസോഴ്സസ് ഉപയോഗിക്കുകയാണ് വിത്തൗട്ട് പ്രോപ്പർ ഓത്തറൈസേഷൻ ആൻഡ് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ബയോപൈറസി എന്ന് പറയാം. നമ്മുടെ ബസുമതി റൈസ് അങ്ങനെയാണ് അവർ ചെയ്തത്. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തു അവർ യൂസ് ചെയ്തു അല്ല, എന്നിട്ട് അവർ പേറ്റന്റിന് പോവുകയും ചെയ്തു. അതൊരു ബയോപൈറസിയാണ്. ഇനി അടുത്തത് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയാണ് നമ്മുടെ ADA ഡെഫിഷ്യൻസിൻ്റെ കേസിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജീനിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ് ജീൻ തെറാപ്പി. RNA ഇൻറ്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെലോയിഡോഗൈന ഇൻകുഗ്നീഷ്യ ആ ഒരു നെമറ്റോഡിൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ് നമ്മൾ RNA ഇൻറ്റർഫിയറൻസ് എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചു. ബാസിലസ് തുറിഞ്ചിയൻസിലുള്ള ജീനാണ് നമ്മുടെ ക്രൈജീൻ. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ടെക്നിക് ഇൻ പ്ലാൻ ബയോടെക്നോളജി ഇൻ വിച്ച് 2 ഡിഫറെൻറ്റ് പ്ലാൻ പ്രോട്ടോപ്ലാസ് ആർ ഫ്യൂസ് ടു ക്രിയേറ്റ് എ ഹൈബ്രിഡ് വിത്ത് എ ഡിസൈറബിൾ ട്രേറ്റ് വിത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് സ്യൂട്ടബിൾ ടേംസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെന്താ മക്കളെ പറയുക, 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇത് മാർച്ച് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അടുത്ത നോക്കിയാൽ ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷനിലൂടെ ജനറ്റിക്കലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയും ആ ജനറ്റിക്കലി ഐഡന്റിഫൈഡ് പ്ലാന്റ്സിനെ നമ്മൾ പറയും സോമാ ക്ലോൺസ്. അപ്പോൾ ഒരേപോലത്തെ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും സോമാ ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്നും പറയാറുണ്ട്. ഇനി ഐഡന്റിഫൈ X and Y വിച്ച് പെപ്റ്റൈഡ് ചെയിൻ ഇസ് നോട്ട് പ്രസന്റ് ഇൻ മെച്യൂർ ഇൻസുലിൻ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പ്രോ ഇൻസുലിൻ ആണ്, മെച്യൂർ അല്ല. അപ്പം മെച്യൂർ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലേ. അപ്പം എക്സും വൈയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് നമ്മുടെ A പെപ്റ്റൈഡ് ആണ്, Y നമ്മുടെ B പെപ്റ്റൈഡ് ആണ് അല്ലേ. എക്സും വൈയും, Y നമ്മുടെ B പെപ്റ്റൈഡ് ആണ്. അപ്പം മെച്യൂർ ഇൻസുലിനിൽ എന്താണ് ഉണ്ടാവാത്തത്, വിച്ച് ചെയിൻ ഇസ് നോട്ട് പ്രസന്റ് ഇൻ മെച്യൂർ ഇൻസുലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C പെപ്റ്റൈഡ് ഇസ് നോട്ട് പ്രസന്റ്, is not present in നമ്മുടെ മെച്യൂർ ഇൻസുലിൻ. മെച്യൂർ ഇൻസുലിൻ്റെ അകത്ത് C പെപ്റ്റൈഡ് ഉണ്ടാവില്ല. ഇനി വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ജീൻ തെറാപ്പി ഇൻ ട്രീറ്റിംഗ് ADA ഡെഫിഷ്യൻസി. ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുന്നതിലുള്ള ജീൻ തെറാപ്പിയിലുള്ളൊരു ഡിഫക്റ്റ് എന്തായിരുന്നു, കാരണം നമ്മൾ ജീൻ തെറാപ്പിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, വി യൂസ്ഡ് ലിംഫോസൈറ്റ്സ്. ആ ADA ഡെഫിഷ്യൻസിയുടെ കാര്യത്തിൽ നമ്മൾ ലിംഫോസൈറ്റ്സ് ആണ് എന്ത് ചെയ്തത്, ആ ഒരു ജീൻ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. ബട്ട് ദേ ആർ നോട്ട് ഇമ്മോർട്ടൽ. അവർ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ആൾക്കാരല്ല, ദേ ആർ നോട്ട് ഇമ്മോർട്ടൽ, അവരും നശിച്ചു പോകും. They are not immortal, so periodic infusion is required.
പീരിയോഡിക് ഇൻഫ്യൂഷൻ ഇസ് റിക്വയർഡ്. അത് ആ സെൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ ജീൻ തെറാപ്പി നമ്മൾ ആ ബ്ലഡ് സെൽസ് എടുത്തു, അതിനകത്തേക്ക് ADA CDNA ആഡ് ചെയ്തു, അതിനുശേഷം വീണ്ടും പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ലിംഫോസൈറ്റ് ചത്തുപോകും. അപ്പോൾ അത് ഫുൾ വേസ്റ്റ് ആയില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഹൗ ക്യാൻ വി ഓവർകം ദിസ് പ്രോബ്ലം? ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജീൻ തെറാപ്പി ഷുഡ് ഡൺ in embryonic stage. Embryonic സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ it could be a permanent cure. So that it could be a permanent cure. ഒരു പെർമനന്റ് ക്യൂർ ആവുമായിരുന്നു. അപ്പോൾ ഇതിന് മുൻപായിട്ട് നമ്മൾ എൻസൈം റീപ്ലേസ്മെന്റ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്തു. പക്ഷേ അതും ഒരു പെർമനന്റ് മെത്തേഡ് ആവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജീൻ തെറാപ്പിയിലേക്ക് വന്നത്. പക്ഷേ അവിടെ ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അതൊരു പെർമനന്റ് ക്യൂർ ആയിട്ട് മാറില്ല. അപ്പോൾ പെർമനന്റ് ക്യൂർ ആണെന്നുണ്ടെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്യണം. ഇനി ബാസിലസ് thuringiensis പ്രൊഡ്യൂസ് ടോക്സിക് പ്രോട്ടീൻ. വൈ ഡസ് ദിസ് ടോക്സിൻ നോട്ട് കിൽ ദ ബാസിലസ്? അത് ബാക്ടീരിയയിൽ എന്താണ് കില്ല് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക? ദിസ് ടോക്സിക് protein produced by bacteria is inactive in bacterial body. Bacterial bodyയിലും plant bodyയിലും എന്താണ്, ഈ ഒരു പ്രോട്ടീൻ ഇനാക്റ്റീവ് ആണ്. അത് എവിടെയാണ് ആക്റ്റീവ് ആവുക? നമ്മുടെ ഇൻസെക്റ്റിന്റെ ബോഡിയിലാണ് ഇറ്റ് ഗെറ്റ് ആക്ടിവേറ്റഡ് ഡ്യൂ ടു ആൽക്കലൈൻ pH. ഇനി the genes of organism can be altered by manipulation. Such organisms are called genetically modified organism. List any 3 merits. നമുക്ക് 5 മെറിറ്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും 3 എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമുക്ക് ഒന്നാണ് reduce reliance on chemical pesticide. നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, കാരണം പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. രണ്ടാമതായിട്ട് എന്താണ്? റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി. മൂന്നാമത്തതായിട്ട് എന്താണ്? ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള റൈസ് അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അതാണ് നമ്മുടെ ഗോൾഡൻ റൈസ് ഉണ്ടാക്കി. പിന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ ഇൻക്രീസ്ഡ് മിനറൽ എഫിഷ്യൻസി യൂസേജ് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് ടോളറൻസ് ടു എബയോട്ടിക് സ്ട്രെസ് ഒക്കെ പറയാൻ പറ്റും. ദെൻ റൈറ്റ് ദ നെയിം ആൻഡ് യൂസ് ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ട്രാൻസ്ജെനിക് ആനിമൽ. മക്കളെ, ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ ഡെഫിനിഷൻ എക്സാമിന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനിമൽസ് ദാറ്റ് ഹാവ് ഹാഡ് ദിയർ DNA മാനിപ്പുലേറ്റഡ് ടു പ്രോസസ് ആൻഡ് എക്സ്പ്രസ് എൻ അഡീഷണൽ ജീൻ. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ജെനിക് ആനിമലിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഇനി 2 ബയോളജിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് alpha-1 ആൻറ്റിട്രിപ്സിൻ ആണ്. നമ്മുടെ എംഫൈസീമ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന alpha-1 ആൻറ്റിട്രിപ്സിൻ. രണ്ടാമത്തതാണ് ഹ്യൂമൺ ആൽഫ ലാക്ടാൽബുമിൻ. ഇതെന്താണ്? ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആണ്. അത് നമുക്ക് എവിടുന്ന് കിട്ടും? നമ്മുടെ റോസി പശു. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ആണ് റോസി പശു, അതിനെ മറക്കരുത്. മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് GEAC. മക്കളെ, GEAC എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതിൻ്റെ 2 എന്താ പറയുക ഫങ്ഷൻസ്. അപ്രൂവൽ കമ്മിറ്റി അതിൻ്റെ 2 ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് decision regarding validity of GM research. GM റിസർച്ചിൻ്റെ വാലിഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. മറ്റേത് എന്താണ്? decision regarding release of GM product into public. അതിൻ്റെ സേഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? ഡിസിഷൻ റിഗാർഡിംഗ് ദ സേഫ്റ്റി ഓഫ് റിലീസിങ്. ഓക്കെ, അങ്ങനെ കൂടെ പറയണം. സേഫ്റ്റി ഓഫ് റിലീസിങ് GM product into പബ്ലിക്കിലേക്ക് GM പ്രോഡക്ട്സ് റിലീസ് ചെയ്യുന്നത് എത്രത്തോളം സേഫ് ആണ് അത് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ പറയുന്ന അത് ആ ഒരു റിസർച്ചിന് സമ്മതം കൊടുക്കണോ ആ ഒരു ഡിസിഷൻ അവരാണ് എടുക്കാം. ഇനി വാട്ട് ഈസ് RNA ഇന്റർഫിയറൻസ്? RNA ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജീൻ സൈലൻസിങ് മെക്കാനിസം. ആണ്.
ഓക്കെ, ഇനി അടുത്തത് നെയിം ദ വെക്ടർ യൂസ് ടു ഇൻട്രൊഡ്യൂസ് നെമറ്റോഡ് സ്പെസിഫിക് ജീൻ ഇൻ ടു ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നെമറ്റോഡ് സ്പെസിഫിക് ജീനിനെ ഇടാൻ വേണ്ടി പറ്റിയത് ഏതുകൊണ്ടാണ്? നമ്മുടെ എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെ കൊണ്ടാണ്. എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന നമ്മുടെ TI പ്ലാസ്മിഡിനെയാണ് നമ്മൾ എവിടെ ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി ഏർലി ഡയഗ്നോസിസ് എസെൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. റൈറ്റ്, ഇനി 2 മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. നമുക്ക് എലൈസ ഒരു മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടൂളാണ്, നമുക്ക് HIV ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ. ദെൻ PCR നമുക്ക് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ഏർലി ഡിറ്റക്ഷന് നമുക്ക് ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് പാത്തോജൻ്റെ എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് അവരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. അതേപോലെ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാം, മ്യൂട്ടേഷൻ ക്യാൻസർ ഒക്കെ ഇതാ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? പാത്തോജൻ്റെ ആ ഒരു എമൗണ്ട് ആംപ്ലിഫൈ ചെയ്യാം. രണ്ടാമത്തേതായിട്ട് ക്യാൻസർ ഡ്യൂ ടു മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന ക്യാൻസർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. സോ ഇത്രയാണ് നമ്മളുടെ ബയോടെക്നോളജി പ്രിൻസിപ്പൽ ആപ്ലിക്കേഷനുള്ള ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മക്കളെ. ഈ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ATRMS സ്നേഹാമസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഹലോ മക്കളെ, ഇപ്പോൾ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 മാർക്കിനാണ് നമുക്ക് ഒരു വെയിറ്റേജ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിന്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഓരോ നമ്മുടെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇവിടെ മൈക്രോറൈസിക്ക് നേരെ മ്യൂച്വലിസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ്, നമ്മുടെ തലയിലെ പെയിൻ എന്നുള്ളത് എന്തിന് എക്സാമ്പിളാണ് മക്കളെ? പാരസിറ്റിസത്തിന് എക്സാമ്പിളാണ്, പാരസിറ്റിസം. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് നോട്ടഡ് ഇൻ ഗ്രാഫ് A and B. ഇവിടെ എയിലും ബിയിലും കൊടുത്തിട്ടുള്ള ഈ ഗ്രാഫുകൾ ഏതാണ് മക്കളെ? എയിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? എയിൽ കൊടുത്തിട്ടുള്ളത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലാണ് അല്ലേ? ഓക്കെ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് എന്ന് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഗ്രോത്ത് ആണ് മക്കളെ? അവിടെ നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് അല്ലേ? ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാണ് ഇവിടെ S ഷേപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഇത് അല്ലേ, ഇതാണെന്നുണ്ടെങ്കിൽ S ഷേപ്പിൽ കാണുന്നത് ലോജിസ്റ്റിക്കും, then ഒരു ഒറ്റ പോക്ക് ഇങ്ങനെ പോകുന്നത് J ഷേപ്പിൽ കാണുന്ന ഏതാണ്? നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലാണ്. അതിൻ്റെ ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. N എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി. R എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നുള്ള K ക്യാരിയിങ് കപ്പാസിറ്റി. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതിലൊക്കെയാണ് വരിക, ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണെന്നുള്ളത്, അതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും എന്തായാലും വരാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾസ് തന്നിട്ട് ചോദിക്കുന്നത്. അബിഗ്നൻ ടോർട്ടോയ്സ് ആൻഡ് ഗോട്ട്, അത് എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? അത് നമ്മുടെ കോമ്പറ്റീഷന് ഒരു എക്സാമ്പിൾ ആയിരുന്നു അല്ലേ? കോമ്പറ്റീഷൻ ആയിരുന്നു അത്. ഇനി കസ്ക്യൂട്ട് ആൻഡ് ഹോസ്ട്രി, അത് എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? അത് പാരസിറ്റിസം ആയിരുന്നു. ഓക്കെ, ദെൻ ഫിഗ് ട്രീയും വാസ്പും, അത് എന്തിനായിരുന്നു മക്കളെ എക്സാമ്പിൾ? ഫിഗ് ട്രീയും വാസ്പും എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഗുണമുണ്ടാക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? മ്യൂച്വൽസിന് കൊടുക്കാം, മ്യൂച്വലിസം. ദെൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ ഇൻ ലൈക്കൻസ്, അവരെന്താണ്? രണ്ടുപേർക്കും ഗുണം ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? മ്യൂച്വലിസം. ഓക്കെ, ദെൻ ബലാനസ് ആൻഡ് ചെത്താമലസ് ബർണാക്കൽസ്. ഓക്കെ, ബർണാക്കൽസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? രണ്ടുപേരും തമ്മിൽ അടിയാണല്ലേ? സോ അതുകൊണ്ട് തന്നെ എന്താണ്? കോമ്പറ്റീഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ലൈസ് ഓൺ ഹ്യൂമൻസ്, ഏതാണ്? പാരസിറ്റിസം. എല്ലാവരും രണ്ടീസം ഇതുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സാമിന് വരും കേട്ടോ. ഇനി അതേപോലെ തന്നെ +0, പ്ലസ് എന്ന് നമുക്കറിയാം അത് ഗുണമാണ്. 0 എന്ന് വെച്ചാൽ ഗുണമില്ല ദോഷമില്ല. മൈനസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ദോഷമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ 2 സ്പീഷീസിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പീഷീസിന് ഗുണവും മറ്റൊരാൾക്ക് ദോഷമാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഗുണമില്ല ദോഷമില്ല, +0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഏതാണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയും. കമൻസാലിസം. ഓക്കെ, ഇനി ഒരാൾക്ക് ദോഷമാണ് മറ്റൊരാൾക്ക് ഗുണമില്ല ദോഷമില്ല എന്നാണെങ്കിൽ അത് ഏതായിരിക്കും? അത് അമൻസാലിസം ആണ്, അമൻസാലിസം. ഇനി 2 കൂട്ടർക്കും ഗുണമാണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അത് മ്യൂച്വലിസം ആയിരിക്കും, മ്യൂച്വലിസം. ഇനി 2 കൂട്ടർക്കും ദോഷമാണെന്നുണ്ടെങ്കിലോ അത് കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, കോമ്പറ്റീഷൻ ആയിരിക്കും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ വക, ഒരാൾക്ക് പ്ലസും ഒരാൾക്ക് മൈനസും ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊന്നില്ലെങ്കിൽ പ്രിഡേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പാരസിറ്റിസം ആയിരിക്കാം.
ഓക്കെ, റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത്, പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ടു ലീവ് ഓൺ ഹോസ്റ്റ്. വാട്ട് ആർ ദേ? പാരസൈറ്റ്സിനുള്ള സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? ലോസ് ഓഫ് നെസസറി സെൻസ് ഓർഗൻ, ആവശ്യമില്ലാത്ത സെൻസ് ഓർഗൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. അഡാസീവ് ഓർഗൻസ് ഊറ്റിയെടുക്കേണ്ടി, അപ്പോൾ അതുകൊണ്ട് തന്നെ അഡാസീവ് ഓർഗൻസ് പ്രസന്റ് ആയിരിക്കും, സക്കേഴ്സ് ഒക്കെ പോലെയുള്ളത്. ദെൻ അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ഇതൊക്കെയാണ് അവരുടെ പാരസൈറ്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ തരത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രിഡേറ്റേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ്. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പറയാറില്ലേ പ്രേ സ്പീഷീസിനെ എണ്ണം കുറയ്ക്കുന്നു, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അവർ തമ്മിലുള്ള പ്രേ സ്പീഷീസിനിടയിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു, ട്രാൻസ്ഫർ ഓഫ് എനർജിക്ക് സഹായിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്, ഇതൊക്കെ നമുക്കവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മോർട്ടാലിറ്റിയുടെ നേരെ ഡെത്ത്, ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും മക്കളെ വരിക? നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ എൻ്റെ കുട്ടികളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള ഉത്തരം വേഗം തന്നെ എന്ത് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ബാക്കിയുള്ള നമ്മുടെ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സ്വന്തം സ്നേഹാമസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക, മാരത്തോണൊക്കെ കാണണം. ഒരുപാട് ഇതിപ്പോൾ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, അവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആരും മിസ്സാക്കരുത് കേട്ടോ. ഹലോ പ്ലസ് ടു ഫാമിലി. സോ നമ്മുടെ പ്ലസ് ടു ബയോളജിയിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ 8 to 9 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇതുപോലെ ചോദിക്കാം. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് എന്ന് തന്നിട്ടുണ്ട്. ഐസൊലേഷൻ ഓഫ് DNA. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? ഫ്രാഗ്മെന്റേഷൻ യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോഫോറസിസ്. നെക്സ്റ്റ് ചെയ്യുന്നതാണ് ബ്ലോട്ടിംഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ വിത്ത് റേഡിയോ ലേബിൾഡ് VNTR പ്രോബ്. അതിനുശേഷം ഓട്ടോ റേഡിയോഗ്രഫി. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. അപ്പോൾ ഏതൊക്കെ എഴുതാം? ഇൻഡിവിജ്വാലിറ്റി ടെസ്റ്റിന് ഉപയോഗിക്കാം, പെറ്റേണിറ്റി ഓർ മെറ്റേണിറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം, ഹെറിഡിറ്ററി ഡിസീസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഫോറൻസിക് സയൻസിലൊക്കെ DNA ഫിംഗർ പ്രിന്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു 3 ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കാം. ഇനി അടുത്തതാണ് കോഡോൺ AUG is known as initiator codon. Okay, then name the amino acid coded by AUG. AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ്? മെത്തിയോണിൻ ആണ് അല്ലേ. ഇനി റൈറ്റ് ഇനി 2 സ്റ്റോപ്പ് കോഡോൺ. 3 സ്റ്റോപ്പ് കോഡോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 പഠിച്ചു വെക്കാം. UAA, UAG ആൻഡ് UGA. ഇനി റൈറ്റ് എനി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. എന്തൊക്കെ എഴുതാം? ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ, ട്രിപ്ലറ്റ് ആണ്, അൺആംബിഗ്വസ് ആണ്, ഡീജനറസി കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ട് കോഡോൺ ഇതാണ്, സ്റ്റോപ്പ് കോഡോൺ ഇതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? സാലിയൻ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി എക്സ്പാൻഡ് ദ ടേം DNA. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹൂ പ്രപ്പോസ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA? ആരാ പ്രപ്പോസ് ചെയ്തത്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അല്ലേ. അപ്പോൾ വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് എഴുതാം. ദെൻ ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. DNAയിൽ കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? ATGC ആണ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇനി RNAയുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് തൈമിന് പകരം അവിടെ ആരായിരിക്കും ഉണ്ടാവുക? യുരാസിലായിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പാർട്ട് A ആൻഡ് B. അപ്പോൾ ഇവിടെ A ഏതാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ A എന്ന് പറയുന്ന പ്രൊമോട്ടർ ആണ്, B എന്ന് പറയുന്നത് ടെർമിനേറ്റർ ആണ്. ദെൻ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിയിങ് ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു RNA. DNAയിലുള്ള ഇൻഫർമേഷൻ RNAയിലോട്ട് കോപ്പി ചെയ്യുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ദ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ് ബൈ ഒബ്സർവിംഗ് ദ സ്ട്രാൻഡ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നമുക്ക് 5' to 3' ഡയറക്ഷനിൽ ഒരു DNA സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. ഇനി അതിന് നേരെ കോംപ്ലിമെന്ററി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3' to 5' വരും. അപ്പോൾ ഏതൊക്കെ വരിക? അഡിനിൻ കോഡ് ചെയ്യുന്നത് തൈമിനാണ്, തൈമിനാണെങ്കിൽ അഡിനാണ്. അപ്പോൾ TACG, TACG, TA. Okay, in the next question, what is central dogma in molecular biology and name any 2 process involved in it? അപ്പോൾ എന്ത് എഴുതാം? സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു പ്രോട്ടീൻ ആണ് എന്ത് പറയുന്നത്? സെൻട്രൽ ഡോഗ്മ. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് എഴുതണം? ഫ്രാൻസിസ് ക്രിക്ക് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ 2 പ്രോസസ്സ് എഴുതണം. നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചതാണ്. DNA ആയിട്ട് മാറുന്നത് റിപ്ലിക്കേഷൻ, DNA mRNA ആയിട്ട് മാറുന്ന ട്രാൻസ്ക്രിപ്ഷൻ, mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന ട്രാൻസ്ലേഷൻ. ചില വൈറസസിൽ, നമ്മുടെ റിട്രോ വൈറസസിൽ mRNA അല്ലെങ്കിൽ RNA തിരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? DNA ആയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
Okay, then in eukaryote, gene expression can be regulated at several levels. Which are they? ഏതൊക്കെയാണ് gene regulation eukaryotes വരുന്നത്? Transcriptional level, processing level എഴുതാം, then transport of mRNA from nucleus to the cytoplasm, next translational level. അപ്പോൾ 4 ലെവലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 4 എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. കണ്ടോ, 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then observe the diagram of lac operon. Write the name of the enzyme labeled as ABC. അപ്പോൾ ഇതിൽ ഏതാണ്? Z തരികയാണെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്, Y ആണെങ്കിൽ പെർമിയേസ് ആണ്, ആൻഡ് A ആണെങ്കിൽ ട്രാൻസ് അസറ്റൈലേസ് ആണ്. Then which act as the inducer in lac operon? lac operonലുള്ള inducer ആരാണ്? ലാക്ടോസ് ആണ്. Next, in a cell, euchromatin and heterochromatin can be observed under microscope. Distinguish between euchromatin and heterochromatin. അപ്പോൾ ഇതുപോലൊരു ടേബിൾ വരയ്ക്കുക. യൂക്രോമാറ്റിൻ, ഹെറ്ററോക്രോമാറ്റിൻ എന്ന് എഴുതുക. യൂക്രോമാറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലൂസ്ലി പാക്ഡ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ദെൻ ഹെറ്ററോ ആണെങ്കിൽ ഡെൻസ്ലി പാക്ഡ് ആണ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ വരച്ചെഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഡയഗ്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പ്രോസസ്. അപ്പോൾ ഇവിടെ 2 അല്ലേ സബ് യൂണിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് റൈബോസോം ആണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? ട്രാൻസ്ലേഷൻ ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് എഴുതാം. പക്ഷെ കുറച്ചും കൂടി എഴുതാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. ദെൻ റൈറ്റ് ദ റോൾ ഓഫ് UTR. UTR എന്ന് പറഞ്ഞാൽ എന്താ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണ് UTR അല്ലെ, അതും ചോദിക്കാറുണ്ട് കേട്ടോ. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണ് UTR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ UTRന്റെ ഫംഗ്ഷൻ എന്താ വരുന്നത്? ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ UTR എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. Then after the completion of replication, each DNA molecule contain 1 parental and 1 newly synthesized daughter strand. Name this scheme of replication. ഈ നമ്മുടെ റിപ്ലിക്കേഷൻ്റെ സ്കീമിനെ നമ്മൾ എന്താ പറയുക? സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് റിപ്ലിക്കേഷൻ. ദെൻ ഹൂ പ്രപ്പോസ് ദിസ് സ്കീം? അപ്പോൾ ഈ ഡയഗ്രം തന്നിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെഴുതണം? മിസൽസൺ ആൻഡ് സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. Then observe the figure, identify the figure. എന്താണ്? ഒരു ബോളിൽ എന്തോ ചുറ്റിക്കിടക്കുന്നു. അപ്പോൾ എന്തെഴുതണം? ന്യൂക്ലിയോസോം ആണ്. എക്സ്പ്ലെയിൻ ദ പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് ഇൻ യൂകാരിയോട്ട്. യൂകാരിയോട്ടിൽ എങ്ങനെയാണ് പാക്കിംഗ് നടക്കുന്നത്? ദ നെഗറ്റീവ്ലി ചാർജ് DNA റാപ്ഡ് അറൗണ്ട് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ അപ്റ്റാമർ. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ദെൻ ഇതുപോലെയാണ് യൂകാരിയോട്സിൽ DNA പാക്കേജിംഗ് നടക്കുന്നത്. ദെൻ ഒബ്സർവ് ദ ഡയഗ്രം ഇൻ എ ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് B, A, ദെൻ C, പിന്നെ D കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബോണ്ടിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ A നോക്കിക്കഴിഞ്ഞാൽ 2 നൈട്രജൻ ബേസിനിടയിലാകുമ്പോൾ അതെന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടാണ് വരുന്നത്. ഇനി B നോക്കുകയാണെങ്കിലോ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഷുഗറും തമ്മിലുള്ള ലിങ്കാണ്. അപ്പോൾ അത് ഏതായിരിക്കും? ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ് വരുന്നത്. C ആണെങ്കിൽ 2 ന്യൂക്ലിയോടൈഡുകൾ പരസ്പരം ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതെന്തായിരിക്കും? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് D നോക്കുകയാണെങ്കിൽ ഇവിടെ നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ലിങ്കാണ്. അപ്പോൾ D എന്തായിരിക്കും? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ 4 ബോണ്ടിന്റെ പേര് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ദെൻ with the help of the figure given below, explain the process in HNRNA. HNRNA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ് HNRNA എന്ന് പറയുന്നത്. mRNA ഇൻ യൂകാരിയോട്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ക്യാപ്പിംഗ് ഉണ്ട്, ട്രെയിലിംഗ് ഉണ്ട്, സ്പ്ലൈസിംഗ് ഉണ്ട്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 5' എൻഡിലാണ് ആഡിങ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ടെയിലിംഗ് ആണെങ്കിൽ 3' എൻഡിലാണ് പോളി അഡിനൈലേഷൻ. സ്പ്ലൈസിംഗ് ആണെങ്കിൽ എന്താണ്? കട്ട് ഇൻട്രോൺസ് ആൻഡ് ജോയിൻ എക്സോൺസ്. ഇൻട്രോൺസ് എന്ന് പറഞ്ഞാൽ നോൺ കോഡിംഗ് റീജിയൻസ് ആണ്, എക്സോൺസ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് റീജിയൻസ് ആണ് വരുന്നത്. ദെൻ ഡിഫൈൻ മ്യൂട്ടേഷൻ. എന്താ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ എൻ ഓർഗാനിസം. നമ്മൾ 2 ടൈപ്പ് മ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഉണ്ട്. ദെൻ ഇതിൽ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഡിലീഷൻ ഉണ്ടായിരിക്കും, ഇൻസേർഷൻ ഉണ്ട്. റെഡിയാണോ? അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോളിക്കുലാർ ബേസിസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ എവല്യൂഷൻ നോക്കുന്ന സമയത്ത് 5 to 6 മാർക്കിനാണ് നമ്മുടെ എവല്യൂഷൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ എനി വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് എഫക്ട് ഹാർഡി മെമ്പർ ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് 2 or 3 ചോദിക്കാം. അപ്പോൾ 5 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, ജനറ്റിക്
ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്താണ് ഡിസ്റ്റിങ്ക്വിഷ് ഹോമോലോഗസ് ഓർഗൻ ആൻഡ് അനലോഗസ് ഓർഗൻ വിത്ത് വൺ എക്സാമ്പിൾ ഫോർ ആൻഡ് മെൻഷൻ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ. അപ്പോൾ രണ്ട് ടേബിൾ ആക്കുക, ഒന്നിൽ ഹോമോലോഗസ് അനലോഗസ്. എന്താണ് ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ്, ഡൈവേർജന്റ് എവല്യൂഷൻ കാണിക്കുന്നു. 4 limbs ഓഫ് മാമൽ, വെർട്ടിബ്രേറ്റ്, ഹാർട്ട് ആൻഡ് ബ്രെയിൻ അതിന് എക്സാമ്പിൾ ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. പിന്നെ തോൺ ഓഫ് ബൊഗേൻവില്ല ആൻഡ് ടെൻട്രിൽസ് ഓഫ് കുക്കുബിറ്റ. 3 എക്സാമ്പിൾസ് പഠിക്കുക. ഇനി അനലോഗസിന്റെ കേസിലാണെങ്കിലോ സെയിം ഫംഗ്ഷൻ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും, കൺവേർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുന്നത്. എക്സാമ്പിൾ വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ എഴുതാം, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് എഴുതാം, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻക്വിൻ ആൻഡ് ഡോൾഫിൻസ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊക്കെയാണ് എന്തിൻ്റെ എക്സാമ്പിൾ? അനലോഗസ് സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ്, അപ്പോൾ ഇത് ഇത്രയും വർഷം ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹോമോലോഗസും അനലോഗസും. ഇനി അടുത്തത് ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. വാട്ട് ഈസ് മീൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? അപ്പോൾ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ, അതായത് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ, given geographical area starting from a point, അല്ലെ? ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ ജിയോഗ്രഫിക്കൽ ഏരിയ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ ജിയോഗ്രഫിക്കൽ ഏരിയ. ഗീവ് 2 other എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പോൾ ഡാർവിൻ ഫിഞ്ചസ് ഒരു എക്സാമ്പിൾ ആണ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, പ്ലാസെന്റൽ മാമൽസ്. ഓക്കെ, അപ്പോൾ 3 എക്സാമ്പിൾസ് അഡാപ്റ്റീവ് റേഡിയേഷനിൽ പഠിക്കാം. ദെൻ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് the operation of natural selection on different traits is given below. Identify ABC. അപ്പോൾ ഗ്രാഫ് ഏതൊക്കെയാണ്? മീൻ വാല്യൂനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലൈസിംഗ് ആണ്. ദെൻ ഇവിടെ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണുകയാണെങ്കിൽ, ഇവിടെ ശരിക്കും ആരോ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ആരോ മാർക്ക് കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഡയറക്ഷണൽ ആണ്. 2 കൊമ്പുള്ള ഗ്രാഫ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ് വരുന്നത്. then prepare a flow chart showing the evolution of modern man. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓർഡർ ആക്കി ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൽ ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ കോഡ് വെച്ച് നോക്കണമെങ്കിൽ ആദ്യം ഡ്രയോപിത്തക്കസ്, ദെൻ റാമാപിത്തക്കസ്, ദെൻ ഓസ്ട്രാലോപിത്തക്കസ്, 4 ഹോമോ ഹാബിലിസ്, ദെൻ ഹോമോ ഇറക്ടസ്, നിയാൻഡർതൽ മാൻ, ലാസ്റ്റ് വരുന്നത് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേച്ചുറൽ സെലക്ഷൻ ആരെയായിട്ട് മാച്ച് ചെയ്യാം? ചാൾസ് ഡാർവിനായിട്ട് മാച്ച് ചെയ്യാം. ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടർ ആണെങ്കിൽ അത് നമ്മുടെ ലാമാർക്കാണ്. അനലോഗസ് സ്ട്രക്ചർ ആണെങ്കിൽ അത് എന്ത് കാണിക്കും? കൺവേർജന്റ് എവല്യൂഷൻ കാണിക്കും. ജീൻ ഫ്ലോ ബൈ ചാൻസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ജെനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. അപ്പോൾ ബൈ ചാൻസ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ജെനറ്റിക് ഡ്രിഫ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എവല്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് 7 to 8 മാർക്കിന് വരെ ചോദിക്കുന്ന നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിലെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ എനി 4 മെഷർ യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഇത്രയും വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ എഴുതാം? അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, അവോയ്ഡ് വാർണിംഗ് സൈൻസ് എഴുതാൻ വേണ്ടി പറ്റും, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ് എഴുതാൻ പറ്റും, മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സിൽ നോട്ട് ചെയ്യേണ്ടത്. ദെൻ മാച്ച് ദ കോളം എ വിത്ത് ബി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇവിടെ തന്നിട്ടുള്ള ബാരിയേഴ്സ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിൻ്റെ. അപ്പോൾ ആദ്യം ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ആണ് സ്കിൻ എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ബാരിയർ ആണെങ്കിൽ സലൈവ ഇൻ മൗത്ത്, സെല്ലുലാർ ആണെങ്കിൽ ന്യൂട്രോഫിൽ ആണ്, സൈറ്റോകൈൻ ആണെങ്കിൽ ഇൻറ്റർഫെറോൺസ് ആണ്. സൈറ്റോകൈൻ എന്ന് പറയുമ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിലാണ് വരുന്നത്. നെക്സ്റ്റ് മാച്ച് ദ കോളം എ വിത്ത് കോളം ബി ആൻഡ് സി. അപ്പോൾ ഇതുപോലെ ഡിസീസസ് ചിലപ്പോൾ മാച്ച് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ ഡിസീസസ് തന്നിട്ടുണ്ട്. ടൈഫോയിഡ് ആണെങ്കിൽ സാൽമോണല്ല ടൈഫി ആണ്, അതെന്താണ്? ഒരു ബാക്ടീരിയ ആണ്. ദെൻ മലേറിയ ആണെങ്കിൽ പ്ലാസ്മോഡിയ ആണ്, അതൊരു പ്രോട്ടോസോവയാണ്. ദെൻ ലാസ്റ്റ് റിംഗ് വേം ആണെങ്കിൽ മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റൻ ആൻഡ് ട്രൈക്കോഫൈറ്റൻ ഉണ്ട്, അതെന്താണ്? ഫംഗസ് ആണ്. ഓക്കെ, ഇതന്നെ ആയിരിക്കില്ല തരിക, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഡിസീസസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ ഐഡന്റിഫൈ ദ മോളിക്കുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇതെന്താ തന്നിട്ടുള്ളത്? നമ്മുടെ ആൻറ്റിബോഡിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആൻറ്റിബോഡി എന്ന് എഴുതാം. ദെൻ നെയിം ദ റീജിയൻ ലേബിൾഡ് ആസ് എ ബി സി. അപ്പോൾ എ ഏതാണ് ഇതിൽ വരുന്നത്? എ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് സ്മോൾ ചെയിൻ ആണ് തന്നിട്ടുള്ളത്, അപ്പോൾ അത് ലൈറ്റ് ചെയിൻ ആണ്. വലിയ ചെയിൻ ആണ് സി എന്ന് പറയുന്നത്, അപ്പോൾ അത് ഹെവി ചെയിൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാം. Then vaccine are given to children at various stages of their development. What is mean by vaccine? എന്താണ് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാക്സിൻ നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റൻസ് യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് ഇമ്മ്യൂണിറ്റി ടു എ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ, ഡിസീസ് ഓർ പാത്തജൻ, ടിപ്പിക്കലി പ്രിപ്പയർഡ്, ഇതാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്, ഫ്രം ഇനാക്ടിവേറ്റഡ് ഓർ വീക്കൻ ഫോം ഓഫ് കോസേറ്റീവ് ഏജന്റ്. ഓക്കെ, അതായത് ഇനാക്റ്റീവ് ഫോമിലോ വീക്കൻ ഫോമിലോ നമ്മുടെ ബോഡിയിലോട്ട് പാത്തജനെ ഇൻജെക്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസിനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് വാക്സിനേഷൻ എന്ന് പറയാം. ദെൻ റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വാക്സിനേഷൻ. എന്തെഴുതാം? മെമ്മറി എന്ന് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്കാം.
കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ ചാർട്ട് ഗിവൺ ബിലോ. ഡ്രഗ്സ് തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ കുറേ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ റിസപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒപ്പിയോഡാണ്. അത് കിട്ടുന്ന പ്ലാന്റിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പെപ്പേവർ സൊംനിഫറം, സയന്റിഫിക് നെയിം എഴുതാം. ദെൻ അടുത്ത കനാബിനോട് നോക്കുകയാണെങ്കിൽ കനാബിനോട് റിസപ്റ്റർ ഇൻ ബ്രെയിനിലാണ് കാണുന്നത്, കനാബിസ് സറ്റൈവ. നെക്സ്റ്റ് കൊക്കെ ആൽക്കലോയിഡ് ആണെങ്കിൽ ഇന്റർഫെയർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. ദെൻ ഇവിടെ ഏത് പ്ലാന്റിനാണ് നമുക്ക് കിട്ടുന്നത്? എറിത്രോസൈലം കൊക്കെ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഡ്രഗ്സിൽ ഏത് പ്ലാന്റ് ആണ്, റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ABC യൂസിങ് കറക്റ്റ് ടേംസ് ഇൻ ദ ഗിവൺ ബോക്സ്. അപ്പോൾ ആദ്യം ക്യാൻസർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ഏതാണ്? മെറ്റാസ്റ്റേസിസ് ആണ്. ദെൻ അലർജി തന്നിട്ടുണ്ട്. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടു സം പാർട്ടിക്കിൾസ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് അല്ലേ. അതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. ദെൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്തായിരിക്കും? അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. റെഡി. ഇനി നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ ആ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻഫ്ലിക്റ്റഡ് വിത്ത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫെറൌട്ട് ടങ്ക് എഴുതാം, റൗണ്ട് ഹെഡ് എഴുതാം, ഷോർട്ട് സ്റ്റാച്ചർ എഴുതാം, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് എഴുതാം, പാർഷ്യലി ഓപ്പൺ മൗത്ത് എഴുതാം, സിംഗിൾ പാം ക്രീസ് എഴുതാം, മെന്റൽ റിട്ടാർഡേഷൻ എഴുതാം. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതാം. ഓക്കെ. നെക്സ്റ്റ്, പെഡിഗ്രി സ്റ്റഡി പ്രൊവൈഡ് എ സ്ട്രോങ് ടൂൾ ഇൻ ദ ഹ്യൂമൻ ജെനറ്റിക് ടു ട്രേസ് ഇൻഹെറിറ്റൻസ് ഓഫ് എ specific trait. Define pedigree analysis. എന്താ pedigree analysis എന്ന് പറഞ്ഞാൽ? It's a diagram of family tree, record inheritance of certain traits for 2 or more ancestral generation. പിന്നെ ഇതുപോലെ സിമ്പിൾസ് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ലൈൻ വഴി ആണെങ്കിൽ അതെന്താണ്? മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കോൺസെൻക്യൂനിയസ് മീറ്റിംഗ് എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് വൺ ആണെങ്കിൽ എന്തായിരിക്കും? ഡയമണ്ട് ഷേപ്പ് ആണെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ ആണ്. സർക്കിൾ ആണെങ്കിൽ അത് ഫീമെയിൽ ആണ്. ഒരു സിംഗിൾ ലൈൻ വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? മീറ്റിംഗ്, നോർമൽ മീറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെട്രോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി. മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറഞ്ഞാൽ XY എഴുതാം, X0 എഴുതാം. അതാരില്ല കാണാം? ഹ്യൂമൻ ബീങ്സിൽ കാണും. ഡ്രോസോഫില്ല ആൻഡ് ഇൻസെക്ട്, ഗ്രാസ് ഹോപ്പർ. ദെൻ റൈറ്റ് 1 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫീമെയിൽ ഹെട്രോഗാമിറ്റി നോക്കുകയാണെങ്കിൽ ZW എഴുതാം. എക്സാമ്പിൾ എന്താണ്? ബേർഡ്സ് ആണ് വരുന്നത്. ഓക്കെ. Next, T.H. Morgan carried out several dihybrid crosses in Drosophila. Mention any 2 reasons for selecting the Drosophila as an experimental mechanism. 5 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 റീസൺസ് ആണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. സോ ദേ റിക്വയർ സിമ്പിൾ സിന്തറ്റിക് മീഡിയം, ഷോർട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് വിത്തിൻ 2 weeks, then single mating can produce large numbers of progeny, show sexual dimorphism. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. ഇനി ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൻ ജെനറ്റിക് ഡിസോർഡർ ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡർ. അപ്പോൾ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാം? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് എഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗിനെ എഫക്ട് ചെയ്യുന്നത് ഏതാണ്? ഹീമോഫീലിയ. നെക്സ്റ്റ്, the disorder caused by the substitution of glutamic acid by valine at the 6th position of beta hemoglobin chain. അതേതായിരിക്കും? ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. Then inborn error in metabolism that affect the individual lack an enzyme that convert phenyl alanine to tyrosine. അതേതായിരിക്കും? ഫീനൈൽ അലാനിൻ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും ഫീനൈൽ കീറ്റനൂറിയ. റെഡി. ഇനി അടുത്ത് നോക്കാം. ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1, ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം തന്നെയാണ്. ദെൻ ഒബ്സർവ് ദ എബോവ് ക്രോസ് ആൻഡ് നെയിം ദ ഫിനോമിന. 2 സെയിം ക്രോസ് ആണെങ്കിൽ ഇവിടെ പിങ്ക് കളർ ഫ്ലവർ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് വരുന്നത്. ദെൻ റൈറ്റ് ഡൗൺ ദ തിയററ്റിക്കലി ഗിവൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫിനോമിന. അപ്പോൾ എന്തെഴുതാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ഹൈബ്രിഡ് ഡസ് നോട്ട് റിസംബിൾ എനി ഓഫ് ദ പാരന്റ് ബട്ട് ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ 2 പാരന്റ്. രണ്ടിൻ്റെയും ഇന്റർമീഡിയറ്റ് ആയിരിക്കും പ്രോജനി എന്ന് പറയുന്നത്. ദെൻ സം ജെനറ്റിക് അബ്നോർമാലിറ്റി, their genotype and their features are distributed in column A, B and C respectively. Match them correctly. അപ്പോൾ മാച്ച് ചെയ്ത് നോക്കാം. ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ എങ്ങനെ വരിക? 45 ഓട്ടോസോം പ്ലസ് XX or XY ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഫെറൌട്ട് ടങ്ക്, partially open mouth. Next, Turner syndrome ആണെങ്കിൽ 44A plus X0, ഒരു X chromosome absent ആണ്, rudimentary ovary and sterility. Then Klinefelter syndrome ആണെങ്കിൽ എന്തായിരിക്കും? XXY ആണ് വരുന്നത്, gynecomastia and sterility. സോ ഇത്രയുമാണ് നമ്മുടെ ഈ 4 ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഉഷാറായിട്ട് തന്നെ ഇത്രയും ചോദ്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എല്ലാ ടോപ്പിക്സും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ദെൻ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ബയോളജിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.